ഹലോ, ഷൈജനും നിഷയുമാണ് മുംബൈയിൽ നിന്ന്. മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എലിഫന്റ എന്ന കൊച്ചു ദ്വീപിലേക്കാണ്. മുംബൈയുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ഗേറ്റ് വേയിൽ നിന്ന് 290 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഏകദേശം 1.25 മണിക്കൂർ കൊണ്ട് ബോട്ടിൽ അറബിക്കടലിലൂടെ 10 കിലോമീറ്റർ ദൂരമുള്ള എലിഫന്റ എന്ന കൊച്ചു ദ്വീപിലെത്താം. ബോട്ടിൽ പോകുന്ന വഴിയിൽ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചെറുതും വലുതുമായ ഒട്ടേറെ കപ്പലുകളും കണ്ടെയ്നർ പോർട്ടും ഇന്ത്യൻ നേവിയുടെ ആസ്ഥാനവും അവരുടെ കപ്പലുകളും കണ്ടുകൊണ്ടുള്ള ഈ യാത്ര നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. എലിഫന്റയിലേക്ക് രാവിലെ 9 മണി മുതൽ ബോട്ട് സർവീസ് ആരംഭിക്കുന്നു. എലിഫന്റയിൽ നിന്ന് വൈകിട്ട് 5:30 ലാസ്റ്റ് ബോട്ട് മുംബൈയിലേക്ക് തിരിക്കുന്നത്. പണ്ട് പറയത്തക്ക ജനവാസമില്ലാതിരുന്ന ഖാരാപുരി എന്നറിയപ്പെട്ടിരുന്ന ഒരു കൊച്ചു രാജ്യമായിരുന്നു എലിഫന്റ ദ്വീപ്. 16-ാം നൂറ്റാണ്ടിൽ ഈ ദ്വീപിലെത്തിയ പോർച്ചുഗീസുകാരാണ് ഈ ദ്വീപിന് എലിഫന്റ എന്ന പേര് നൽകിയത്. ദ്വീപിലെത്തിയ പോർച്ചുഗീസുകാർ ദ്വീപിന്റെ പ്രവേശന കവാടത്തിലെ ഭീമൻ ആനയുടെ ശില്പം കണ്ട് എലിഫന്റ എലിഫന്റ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയത്രേ. അന്നു മുതലാണ് ഈ ദ്വീപ് എലിഫന്റ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ബോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 18 രൂപ ടിക്കറ്റിൽ വേണമെങ്കിൽ ടോയ് ട്രെയിനിൽ 800 മീറ്റർ അകലെയുള്ള എലിഫന്റ കേവ്സിന്റെ എൻട്രൻസിൽ നമുക്ക് എത്തിച്ചേരാം. എലിഫന്റ കേവ് സ്ഥിതി ചെയ്യുന്ന ഖാരാപുരി ഗ്രാമപഞ്ചായത്തിന്റെ 5 രൂപയുടെ ടാക്സ് കൊടുത്ത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. 120 സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് എലിഫന്റ കേവ്സിൽ എത്തിച്ചേരാൻ. ഈ സ്റ്റെപ്പുകൾക്ക് ഇരുവശവും ഈ ദ്വീപിലുള്ളവരുടെ കൊച്ചു കൊച്ചു കടകളാണ്. ആയിരത്തി 500 ആളുകൾ താമസിക്കുന്ന ഈ ദ്വീപിലുള്ളവരുടെ പ്രധാന ജീവിതമാർഗം ടൂറിസത്തിൽ അധിഷ്ഠിതമായ കച്ചവടമാണ്. കല്ലുകൾ കൊണ്ട് ഇവരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ ടൂറിസ്റ്റുകൾക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. മാലകളും കമ്മലുകളും എന്ന് വേണ്ട നിങ്ങളുടെ വീടുകൾക്ക് ഭംഗിയേകുന്ന ഒട്ടനവധി വസ്തുക്കൾ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. എലിഫന്റയുടെ ഉള്ളിലേക്ക് 40 രൂപയുടെ ടിക്കറ്റ് എടുത്താലേ പ്രവേശനമുള്ളൂ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 4 മണിയായിരുന്നു സമയം. എലിഫന്റ കേവ്സിനുള്ളിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈനിലാണ് എടുക്കേണ്ടത്. ഇന്റർനെറ്റ് പ്രോബ്ലം കാരണം അവിടെ ഉണ്ടായിരുന്ന ആർക്കും ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല. അവസാനം കൗണ്ടർ ടിക്കറ്റ് തന്നതുകൊണ്ട് മാത്രമാണ് അകത്തേക്ക് കടക്കുവാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും ഏകദേശം 4:45 സമയം. അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ ആരെങ്കിലും പോകുവാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്കെങ്കിലും എലിഫന്റയിൽ എത്തിച്ചേരുന്ന രീതിയിൽ യാത്ര ക്രമീകരിച്ചാൽ എല്ലാം കവർ ചെയ്യാൻ സാധിക്കും. എലിഫന്റ കേവ്സിനുള്ളിൽ ഫോട്ടോഗ്രാഫി എടുക്കാം, പക്ഷേ വീഡിയോഗ്രാഫി അനുവാദമില്ല. അതുകൊണ്ട് വീഡിയോ അധികം എടുക്കാനും സാധിച്ചില്ല. കൂടുതൽ ഭാഗങ്ങൾ കവർ ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. പാറകളിൽ കൊത്തുപണികളുള്ള ഗുഹാക്ഷേത്രങ്ങളും ശിവപ്രതിമകളുമാണ് ഈ ദ്വീപിന്റെ മുഖ്യ ആകർഷണം. എലിഫന്റയിൽ നിന്ന് തിരിക്കുന്നതിന് മുൻപ് എലിഫന്റ ദ്വീപിലെ ആനയെ ഞങ്ങൾക്ക് എവിടെയും കണ്ടെത്താനായില്ല. അവസാനമാണ് അറിയുന്നത് ആ ഭീമൻ ആനയുടെ ശില്പത്തെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയെന്ന്. ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ ആനയും ആനയുടെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ മുംബൈ അൺകവേർഡിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.